ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 2 നമുക്ക് പഠിക്കാം. 1-ാം അധ്യായം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2026 ലോഗോസ് ക്വിസ് പരീക്ഷയുടെ പഠനഭാഗമാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം. 2-ാം അധ്യായം പൗലോസിന് അംഗീകാരം. പിന്നീട് 14 വർഷത്തിന് ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. എന്നോടുകൂടെ ഉണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിനു നിർബന്ധിക്കപ്പെട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. അവർക്കു ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ തനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബാർണബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. അഭിപ്രായ ഭിന്നത. എന്നാൽ കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. യാക്കോബിന്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി. അവരുടെ കാപട്യത്താൽ ബാർണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല, വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? വിശ്വാസത്തിലൂടെ നീതീകരണം. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതിയരിലെ പാപികളായിട്ടല്ല. എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ? തീർച്ചയായും അല്ല. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തുതി. 2-ാം അധ്യായം ആരംഭം മുതൽ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. 2-ാം അധ്യായത്തിൽ വിശ്വാസത്തിലൂടെ നീതീകരണം, അഭിപ്രായ ഭിന്നത, പൗലോസിന് അംഗീകാരം. 3 തലക്കെട്ടാണുള്ളത്. പൗലോസിന് അംഗീകാരം, 1 പൗലോസിന് അംഗീകാരം, 2 അഭിപ്രായ ഭിന്നത,
3 വിശ്വാസത്തിലൂടെ നീതീകരണം. 3 തലക്കെട്ടുകളാണ് ഉള്ളത്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 21 തിരുവചന ഭാഗങ്ങളേ ഉള്ളൂ. രണ്ടാമത്തെ 1-ാം തിരുവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നീട് 14 വർഷത്തിനു ശേഷം ബാർണബാസിനോടുകൂടെ ഞാൻ വീണ്ടും ജെറുസലേമിലേക്ക് പോയി. തീത്തോസിനെയും കൂടെ കൊണ്ടുപോയിരുന്നു. 14 വർഷത്തിന് ശേഷം ജെറുസലേമിലേക്ക് പോയപ്പോൾ ആരുടെ കൂടെയാണ് പോയത്? ബാർണബാസിനോട് കൂടെ പോയി. ആരെ കൂടെ കൂട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? തീത്തോസിനെ കൂടെ കൂട്ടിയെന്നാണ് പറയുന്നത്. 2-ാം അധ്യായം 1-ാം തിരുവചനത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായം 2-ാം തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നാം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 2-ാം തിരുവചനം. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. 2-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. 3-ാം തിരുവചനം. എന്നോട് കൂടെയുണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിനു നിർബന്ധിക്കപ്പെട്ടില്ല. 3-ാം തിരുവചനം ഒരിക്കൽ കൂടി കേൾക്കാം. എന്നോട് കൂടെയുണ്ടായിരുന്ന തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും പരിച്ഛേദനത്തിനു നിർബന്ധിക്കപ്പെട്ടില്ല. 4-ാം തിരുവചനം. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. എന്നാൽ യേശുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. 5-ാം തിരുവചനം. അവർക്കു ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. 5-ാം തിരുവചനം. അവർക്കു ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. അത് സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. വ്യാജ സഹോദരന്മാർ ഉദ്ദേശിക്കുന്ന വ്യാജമായി സുവിശേഷം പ്രഘോഷിക്കുന്നവർ എന്നാണ്. തെറ്റായി സമൂഹത്തിലെ സുവിശേഷത്തെ തെറ്റായി വളച്ചൊടിക്കുന്നവരെയാണ് വ്യാജ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നും കത്തോലിക്കാ സഭയിൽ വ്യാജ സഹോദരന്മാരുണ്ട്. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും യഥാർത്ഥമായ ക്രിസ്തീയ വിശ്വാസമില്ലാത്തവർ കടന്നുകൂടി സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആര് പറയുന്നതാ സത്യമെന്ന് പലപ്പോഴും വിശ്വാസികളായ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന ഘട്ടങ്ങൾ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ടായിരുന്നു. 5-ാം തിരുവചനത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 15-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. 6-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. ദൈവം മുഖം നോക്കുന്നവനല്ല. താൻ എന്തെങ്കിലും ആണെന്ന് ഭാവിക്കുന്ന ആരിൽ നിന്നും നമുക്ക് ഒരു നന്മയും ലഭിക്കില്ല. അവരെ നാം ഗവനിക്കേണ്ട. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ എന്നാണ് തിരുവചനം പറയുന്നത്. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നേയില്ല. ദൈവം മുഖം നോക്കുന്നവനല്ലല്ലോ. 7-ാം തിരുവചനം. 2-ാം തിരുവചനം 2-ാം അധ്യായം 6-ാം തിരുവചനം 10-ാം അധ്യായം 17 രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവിടെ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഈ തിരുവചന ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്, തിരുവചന ഭാഗത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 7-ാം തിരുവചനം
പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. പരിച്ഛേദിതർക്കുള്ള സുവിശേഷം പത്രോസിന് എന്നതുപോലെ അപരിച്ഛേദിതർക്കുള്ള സുവിശേഷം എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കി. എന്തെന്നാൽ 8-ാം തിരുവചനം, എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എന്തെന്നാൽ പരിച്ഛേദിതർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ വിജാതിയർക്കു വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നു. 9-ാം തിരുവചനം, നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് തങ്ങളുടെ കൂട്ടായ്മയുടെ വലതുകരം എനിക്കും ബർണ്ണബാസിനും നീട്ടിത്തന്നു. അങ്ങനെ വിജാതിയരുടെ അടുത്തേക്ക് ഞങ്ങളും പരിച്ഛേദിതരുടെ അടുത്തേക്ക് അവരും പോകാൻ തീരുമാനമായി. നേതൃസ്തംഭങ്ങളായിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ദൈവത്തിന്റെ കൃപ പൗലോസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് കൂട്ടായ്മയുടെ വലതുകരം, അനുഗ്രഹത്തിന്റെ വലതുകരം അവർ നീട്ടി എനിക്കും ബാർണ്ണബാസിനും നീട്ടിത്തന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ നമ്മുടെ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ശിഷ്യന്മാരുടെയും എല്ലാം മനസ്സിന്റെ എളിമ, യേശുക്രിസ്തു ആരുമൂലം പ്രഘോഷിക്കപ്പെടണം എന്നത് ദൈവഹിതമാണ്. ആ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് അവരുടെ ആ അഭിഷേകത്തെ, പൗലോസിന്റെ അഭിഷേകത്തെ അംഗീകരിച്ച് ആശീർവദിച്ചു പ്രാർത്ഥിച്ചു. 10-ാം തിരുവചനം, പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. പാവപ്പെട്ടവരെ പറ്റി ചിന്ത വേണം എന്ന് മാത്രമാണ് നേതൃസ്തംഭങ്ങളായിരുന്ന യാക്കോബും കേപ്പായും യോഹന്നാനും ബാർണ്ണബാസിനോടും പൗലോസിനോടും ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് പൗലോസ്ലീഹ ഇവിടെ വ്യക്തമായി പറയുന്നു. 10-ാം തിരുവചനം, പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ഇന്നും ക്രിസ്തു നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? സുവിശേഷ പ്രഘോഷിക്കുന്നവരോടും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരോടും കർത്താവ് ആവശ്യപ്പെടുന്നത് ഒരു കാര്യമാണ്. പാവങ്ങളെപ്പറ്റി ചിന്ത വേണമെന്ന് മാത്രമേ തങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അത് തന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. അഭിപ്രായ ഭിന്നത. അപ്പം ആ തലക്കെട്ടിന് കീഴെ പൗലോസിന് അംഗീകാരം എന്ന തലക്കെട്ടിന് താഴെ 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. 10 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. അടുത്തത് 11-ാം തിരുവചനം, അഭിപ്രായ ഭിന്നത എന്ന തലക്കെട്ടോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അഭിപ്രായ ഭിന്നത. എന്നാൽ കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. കേപ്പ അന്ത്യോക്യയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്തു നോക്കി എതിർത്തു. കുറ്റം കാണുമ്പോൾ നേരിട്ട് ചോദിക്കുക, പറഞ്ഞു പരത്തി പരദൂഷണം പരത്തി നാട്ടുകാരെ അറിയിച്ച് നാണം കെടുത്തുക എന്നതല്ല ശരിയായ രീതി എന്ന് പൗലോസ്ലീഹ അവിടെ കാണിക്കുന്നു. ചെറിയൊരു കുറ്റം കേപ്പായിൽ കണ്ടു, അപ്പോൾ അത് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു. 12-ാം വാക്യം, യാക്കോബിന്റെ അടുത്തു നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. കണ്ടോ, വിശുദ്ധ പത്രോസ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി. അനേകരെ ഒറ്റയടിക്ക് 30,000 പേര് ഒറ്റയടിക്ക് മാനസാന്തരപ്പെടുത്തി. പത്രോസ്ലീഹായ്ക്ക് പരിച്ഛേദിതരെ ഭയന്ന് അവരെ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്ന് നിർത്തി എന്നാണ് ഇവിടെ പൗലോസ്ലീഹ കണ്ടത്. അങ്ങനെ ഭയന്ന് ചെയ്യേണ്ട കാര്യമല്ല സുവിശേഷ പ്രഘോഷണം. ആരെ കണ്ടാലും എന്ത് വെല്ലുവിളികൾ സ്വീകരിച്ചും ധൈര്യത്തോടെ ചെയ്യേണ്ടതാണ് സുവിശേഷ പ്രഘോഷണമെന്ന കർത്താവിന് സാക്ഷ്യം നൽകുന്ന പ്രവൃത്തികൾ ആരെങ്കിലും ഭയന്ന് ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല എന്ന് പൗലോസ്ലീഹ പത്രോസ്ലീഹായെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കി. തെറ്റിപ്പോയി തോന്നുന്നു അല്ലേ. യാക്കോബിൻ്റെ അടുത്തു നിന്ന് ചിലർ വരുന്നത് വരെ അവൻ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. പത്രോസ്ലീഹ പരിച്ഛേദിതരായ ക്രൈസ്തവരെ കണ്ടപ്പോൾ, യഹൂദ ക്രൈസ്തവരെ കണ്ടപ്പോൾ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചത് നിർത്തി.
അത് വിശുദ്ധ പൗലോസ്ലിഹായെ അസ്വസ്ഥപ്പെടുത്തി. അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പത്രോസ്ലിഹായോട് നേരിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന്. അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി അവരുടെ കാമ്പട്യത്തിൽ ബർണ്ണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു. 13-ാം തിരുവചനം, അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി അവരുടെ കാമ്പട്യത്താൽ ബർണ്ണബാസ് പോലും വഴിതെറ്റിക്കപ്പെട്ടു. പത്രോസ്ലിഹ അങ്ങനെ പെരുമാറിയപ്പോൾ വിജാതീയരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മറ്റു യഹൂദരും മാറ്റി നിർത്തി. അപ്പോൾ അത് ബാർണ്ണബാസിന് പോലും സംശയമുണ്ടായി. ബാർണ്ണബാസ് ഒരു ഗ്രീക്കുകാരനായിരുന്നു എന്ന് നമ്മൾ ആദ്യം വായിച്ചല്ലോ. 14-ാം തിരുവചനം, അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? 14-ാം തിരുവചനം, അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? അപ്പോൾ പൗലോസ്ലിഹ പത്രോസ്ലിഹായെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കുറ്റപ്പെടുത്തൽ പത്രോസ്ലിഹ സ്വീകരിച്ചു. ശരിയാണ്, അവൻ പശ്ചാത്തപിച്ചു. വീണ്ടും അങ്ങനെയാണ് സുവിശേഷം ഓടി നടന്ന് പ്രസംഗിച്ച് പത്രോസ്ലിഹ രക്തസാക്ഷിത്വം മരിച്ചത്. തലകീഴായി കുരിശിൽ മരിച്ചാണല്ലോ പത്രോസ്ലിഹ തൻ്റെ ഈശോയോടുള്ള സ്നേഹം പ്രകടമാക്കിയത്. വിശ്വാസത്തിലൂടെ നീതീകരണം. 11 മുതൽ അഭിപ്രായ ഭിന്നത എന്ന തലക്കെട്ടിന് 11 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണുള്ളത്. 14-ാം വാക്യം കുറച്ച് വലിയ വാചകമാണ് അല്ലേ. അവരുടെ 14-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കേപ്പായോട് പറഞ്ഞു, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും? വിശ്വാസത്തിലൂടെ നീതീകരണം അടുത്ത തലക്കെട്ടാണ്. അത് 15 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആ തലക്കെട്ടിന് താഴെയുള്ള 15-ാം വാക്യം. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതീയരയിലെ പാപികളായിട്ടല്ല. നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതീയരിലെ പാപികളായിട്ടല്ല. 16-ാം തിരുവചനം, എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. ഓക്കെ, 16-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചത്. എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. അന്ന് യഹൂദരുടെ ഇടയിൽ ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു. കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് അവർ ദേവാലയത്തിൽ പ്രവേശിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോ ജീവിതത്തിലെ ഓരോ മേഖലയെക്കുറിച്ചും നിരവധി നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ എല്ലാ നിയമങ്ങളും അനുഷ്ഠിച്ചില്ലെങ്കിൽ യഹൂദരുടെ ഗണത്തിൽ നിന്ന് പുറന്തള്ളുന്ന രീതിയായിരുന്നു അന്ന്. അപ്പം അതുപോലെ അത്തരം നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല നാം രക്ഷിക്കപ്പെടുന്നത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ആ ഒരു അറിവ് പത്രോസ്ലിഹായ്ക്കുമുണ്ട്. പക്ഷേ ഒരു നിമിഷത്തേക്ക് ജാതീയ ക്രൈസ്തവരെ അവഗണിച്ചു. അപ്പോൾ ആ തെറ്റ് പത്രോസ്ലിഹ മനസ്സിലാക്കി, പിന്നെ തിരുത്തി. 17-ാം തിരുവചനം, എന്നാൽ ഈ 16-ാം തിരുവചനത്തെക്കുറിച്ച് താഴെ എന്തോ സങ്കീർത്തന പുസ്തകങ്ങൾ 143:2 പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
143:2 സങ്കീർത്തനം 2:16 നമ്മളിപ്പോൾ വായിച്ച തിരുവചനത്തെ ഭാഗത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 143 അധ്യായം 2 വാക്യത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3:20 പരാമർശിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 143:2. സങ്കീർത്തനം 143:2 എന്നാന്ന് നോക്കാം കേട്ടോ. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. ഈ ദാസനെ ന്യായവിസ്താരത്തിന് വിധേയനാക്കരുതേ, എന്തെന്നാൽ ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. നിയമം പാലിക്കാനായിട്ട് എല്ലാ മനുഷ്യർക്കും സാധിക്കുകയില്ല. എല്ലാ മനുഷ്യരും പാപികളും ബലഹീനരുമാണെന്ന് അന്ന് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അതിൻ്റെ തന്നെ അർത്ഥവും ആശയവും മനസ്സിലാക്കിയിട്ടാണ് പൗലോസ്ലിഹ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പൗലോസ്ലിഹായ്ക്ക് പഴയ നിയമഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യം നമുക്ക് വ്യക്തമാക്കുന്നതാണ്. പൗലോസ്ലിഹ തന്നെയും തൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചാൽ നല്ല രസകരമായി അഭിഷേകത്തോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. 17-ാം തിരുവചനം, എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ? അപ്പോൾ നിയമാനുഷ്ഠാനം വഴിയല്ല നീതീകരിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണെന്ന് പറയുമ്പോഴും പാപികളുടെ പാപത്തിന്റെ ശുശ്രൂഷകനാണോ എന്ന് ഇത് കേൾക്കുന്നവരിൽ സംശയം തോന്നാൻ ഇടയുള്ളത് കൊണ്ട് പൗലോസ്ലിഹ അത് വ്യക്തമായി പറയുകയാണ്. എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ? ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഉത്തരം എന്നാ? തീർച്ചയായുമല്ല. 18-ാം തിരുവചനം, തീർച്ചയായുമല്ല. ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ്. 19-ാം തിരുവചനം, എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായി. എന്തെന്നാൽ 19-ാം തിരുവചനം ഒരിക്കൽ കൂടി വായിക്കാം. എന്തെന്നാൽ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ നിയമത്തിലൂടെ നിയമത്തിനു മൃതനായി. 20-ാം തിരുവചനം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. 20-ാം തിരുവചനം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആ തിരുവചന ഭാഗം നമുക്കൊരിക്കൽ കൂടി വായിക്കാം. 20-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ്. 21-ാം തിരുവചനം, ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. 21-ാം തിരുവചനം, ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിനോ നീതീകരണമൊന്നുമില്ല. ചില വചനഭാഗങ്ങളിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് വേണം. കൃപ ലഭിച്ചവരല്ലാതെ ഇവർ വായിച്ചാൽ ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ 2026 ലോഗോസ് ക്വിസിൻ്റെ വചനഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഗലാത്യക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസിലെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ആമുഖവും 1-ാം അധ്യായവും ഒന്നിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2-ാം അധ്യായം, ബാക്കിയുള്ളതും ഞാൻ എനിക്ക് കഴിയുന്നത് പോലെ അപ്ലോഡ് ചെയ്യും. കേട്ട് പഠിക്കുമല്ലോ. കേട്ട് പഠിച്ച് വചനത്തിൽ ആഴപ്പെടുക. ഓരോ വചനം വായിക്കുമ്പോൾ
നമ്മിൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ബന്ധനങ്ങൾ അഴിയും, പാപശാപ ബന്ധനങ്ങളൊക്കെ അഴിയും, കെട്ടുകൾ പൊട്ടും, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും, നമ്മെ വചനം നയിക്കും. ചിലപ്പോൾ ചില വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നതായിട്ട് തോന്നും. ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയുന്ന വചനങ്ങൾ നമുക്ക് വേണ്ടിയുള്ള വചനമാണ്. നമ്മിൽ ആന്തരിക പരിവർത്തനം നടത്താനും നമ്മെ വിശുദ്ധീകരിക്കാനും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കാനും നമ്മെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.